ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നല്ലൊരു അടിപൊളി ഫേസ് മാസ്ക് ആണ്. ഒക്കേറ ഫേസ് മാസ്ക് ആണിത്. ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് മുഖം നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടുകയും അതുപോലെ ആൻറ്റി ഏജിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകുകയും സ്കിന്ന് നല്ല സ്മൂത്ത് ആവുകയും നല്ലൊരു ഹൈഡ്രേഷൻ നൽകുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ മാസ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 വെണ്ടയ്ക്ക നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഈ വെണ്ടയ്ക്ക എടുക്കുമ്പോൾ പുഴുക്കളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നല്ലോണം വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒരു 15-10 മിനിറ്റ് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചെറിയൊരു പാനിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഗ്യാസേ വെച്ച് നല്ലോണം ഒരു 15-20 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ നമുക്കിത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ തിളപ്പിച്ചെടുത്ത് അത് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഒരു ജെല്ലി രൂപത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുക്കണം. അപ്പോൾ നല്ലോണം ഇത് നമുക്ക് ഒരു വെള്ളമെല്ലാം കുറച്ചൊന്ന് പറ്റി ജെല്ലി രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് തണുക്കാൻ വേണ്ടി കുറച്ച് നേരം വെച്ച ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് നല്ലോണം സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ ഒരു മാസ്ക് നമ്മുടെ മുഖത്ത് പുരട്ടുകയാണെങ്കിൽ മുഖത്തുള്ള എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പോകാനൊക്കെ വളരെ സഹായിക്കുന്ന ഒരു മാസ്കാണിത്. അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഒക്കെ വളരെ പെട്ടെന്ന് റിസൾട്ട് ഇടുന്നൊരു മാസ്കാണിത്. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ പേസ്റ്റ് കുത്തി അരച്ചെടുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു 1.5 ടീസ്പൂൺ 1 ടീസ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ മിക്സാക്കി എടുക്കുക. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് വെണ്ടയ്ക്കയിൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. പ്രത്യേകിച്ച് പൊട്ടാസ്യം അതുപോലെ വൈറ്റമിൻ സി, മഗ്നീഷ്യം ഒക്കെ അടങ്ങിയത് കാരണം നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ഇരിക്കാനും അതുപോലെ തന്നെ മോയ്സ്ചറൈസ്ഡ് ഇരിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ സ്കിന്ന് നല്ല ബ്രൈറ്റായിട്ടിരിക്കുകയും മുഖക്കുരു വന്ന പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഒക്കെ ഈ ഒരു മാസ്ക് നമ്മൾ ഡെയിലി മുഖത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് പോകാനും ഒക്കെ വളരെ സഹായിക്കുന്ന ഒരു മാസ്കാണ്. പ്രത്യേകിച്ച് സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. ഈ ഒരു മാസ്ക് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 15-20 മിനിറ്റ് മുഖത്ത് വെച്ച ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ്. അപ്പം വീട്ടിലുള്ള ചെറിയ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നൊരു മാസ്കാണിത്. അപ്പോൾ എല്ലാവരും ഈ മാസ്ക് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം.